സമാധാനം നഷ്ടമാകുന്ന സാഹചര്യങ്ങളിൽ നാം എത്തിയെന്ന് വരാം. എന്താണ് അതിന് കാരണം? ഫിലിപ്പിയ ലേഖനം 4-6 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കുകയത്രേ വേണം. നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത്, കുടുംബത്തിൻ്റെ ആവശ്യം, കുഞ്ഞുങ്ങളുടെ ആവശ്യം, ഭാവിയുടെ ആവശ്യം എന്നില്ല, നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് നമ്മൾ ആകുലപ്പെടുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ സമാധാനം നഷ്ടമാകും. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ നിനവുകളെ, ചിന്തകളെ കാക്കുമാറാക്കും. ദൈവത്തിൻ്റെ സമാധാനം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ, ചിന്തകളെ, നിനവുകളെ ഒക്കെയും കാത്തു സൂക്ഷിക്കും. ദൈവസമാധാനത്തിന് ഒരു ശക്തിയുണ്ട്. ഒന്ന്, അത് സകല ബുദ്ധിയെയും കവിയുന്നതാണ്. 2, നമ്മുടെ ഹൃദയങ്ങളെ, നിനവുകളെ ഒക്കെയും കാക്കും. ദൈവസമാധാനം നമുക്ക് എങ്ങനെ കിട്ടും? എങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയും? പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിലൂടെ ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുകയാണ്. ബ്ലസ് യു. സമാധാനം നഷ്ടമാകുന്ന സാഹചര്യങ്ങളിൽ നാം എത്തിയെന്ന് വരാം. എന്താണ് അതിന് കാരണം? ഫിലിപ്പിയ ലേഖനം 4-6 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കുകയത്രേ വേണം. നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത്, കുടുംബത്തിൻ്റെ ആവശ്യം, കുഞ്ഞുങ്ങളുടെ ആവശ്യം, ഭാവിയുടെ ആവശ്യം എന്നില്ല, നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് നമ്മൾ ആകുലപ്പെടുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ സമാധാനം നഷ്ടമാകും. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ നിനവുകളെ, ചിന്തകളെ കാക്കുമാറാക്കും.